ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. പടിഞ്ഞാറേ ദിക്കിൽ മലയുടെ അടിവാരത്ത് സുന്ദരമായൊരു കാടുണ്ടായിരുന്നു. തീമഴ പെയ്ത് കാടിന് തീ പിടിച്ചു. അത് പിന്നെ ഒരു ചുടുകാടായി മാറി. തല കുനിച്ച് തടി വിറച്ച് ഭിക്ഷയാചിക്കുന്ന മനുഷ്യക്കോലങ്ങൾ. സൃഷ്ടാവിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ. വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ. വിധിയുടെ ചങ്ങല മുറിച്ച് നെഞ്ചു വിരിച്ച് അഭിമാനപൂർവം തല ഉയർത്തിയ നിമിഷം. എന്താണ് അവിടെ നടന്നത്? ആരാണ് ആ വ്യക്തി? അയാൾ ഹീറോ ആയിരുന്നോ അതോ വില്ലനായിരുന്നോ? The story of KGF, the story of Rocky. അത് നേരാണോ കെട്ടുകഥയാണോ എനിക്കറിയില്ല. യുദ്ധങ്ങൾ നടക്കുന്നത് വിജയങ്ങൾക്കാണ്. വിജയിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടാൻ. History always wins. El Dorado. പവർ ഉണ്ടെങ്കിലേ കാശുണ്ടാകൂ. പവർ അതെവിടെ കിട്ടും? പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഉറച്ച ലക്ഷ്യങ്ങളുമായി അവൻ ബോംബെയുടെ മണ്ണിൽ കാലുകുത്തി. ബോംബെ അക്കാലത്ത് സ്വർണ്ണക്കള്ളക്കടത്തിന് ഏറെ പ്രശസ്തമായിരുന്നു. ഈ രംഗത്ത് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനായി പ്രമുഖ കള്ളക്കടത്തുകാരായ ദുബായിലെ ഇനായക് ഖലീലും ബോംബെയിലെ ഷെട്ടിയും തമ്മിൽ നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്നു. ഈ യുദ്ധത്തിനിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. അവന്റെ പാദങ്ങളുടെ വലുപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലുപ്പം വളരെ വലുതായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ബോംബെയിൽ വന്നത് തീക്കനലിൽ വീണതുപോലെ. ഇതേ ചേരിയിലെ ആൾക്കാർ കഴിക്കാൻ ഭക്ഷണം ചോദിച്ചതിനും കിടക്കാൻ 3 അടി സ്ഥലം ചോദിച്ചതിനും എന്നെ തല്ലി. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരാ ഇരുമ്പിനെ കത്തിയാക്കി. കത്തിക്കൊന്നല്ലേ അറിയൂ. ഒരു കാര്യം ഓർത്തു, യാത്ര ചെയ്യുന്നത് എന്റെ കൂടെയാണ്. നമ്മുടെ സഞ്ചാരം വൺവേയിൽ കൂടിയാണ്. ഇവിടെ അപ്പുകളുണ്ട്, ഡൗണുകളുണ്ട്, വളവുകളുണ്ട്, ഡെഡ് എൻഡുകളുമുണ്ട്. പക്ഷേ നമ്മുടെ വേഗത അതൊരിക്കലും കുറയില്ല. സോ fasten your seat belts. ആരടാ നീ? ബേരിയ, രാജകൃഷ്ണപ്പ ബേരിയ. എന്റെ നാട്ടിൽ അയാളെ റോക്കി ബായ് എന്ന് വിളിക്കും സാർ. വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. വരുന്നു ഒരു വീരൻ, മണ്ണിൽ നെഞ്ചു തുറന്നു വരുന്നു അവതാരം. പിന്നിൽ നിന്നും രക്ഷകനായി നീ വാ. തീയിൽ നിന്നു വരുന്നു ഒരു വീരൻ, മണ്ണിൽ നെഞ്ചു തുറന്നു വരുന്നു അവതാരം. പിന്നിൽ നിന്നും രക്ഷകനായി നീ വാ. അവൻ കൊന്നില്ലല്ലോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത്, അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. പിന്നെ അവനെന്ത് സംഭവിച്ചു? അതിനാദ്യം അവൻ ഗരുഡയെ കൊല്ലണം, കാവൽ കടക്കണം, എല്ലാത്തിനും ഉപരി ജനങ്ങളെ ചേർത്ത്. അതിന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി വൈറ്റ് ലൈനും കടന്ന് ആദ്യം അവൻ പോയത് വിരാട്ടിനെ കൊല്ലാൻ. അവിടെ 3 തടവുകാരിൽ ഒരാളായി മാറി എല്ലാവർക്കും മുന്നിൽ വെച്ച് ഗരുഡയെ കൊന്നു. അവനിപ്പോ ഞങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്.
സുൽത്താനായി അവരോധിച്ചു. അതിന് KGF-ൽ അധീര കാത്തിരിക്കുകയല്ലേ? വാള് വീശി രക്തം ചിന്തി യുദ്ധം ചെയ്യുന്നത് തകർച്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കാണ്. പറയൂ സർ, റോക്ക് ഗരുഡനെ കൊന്നില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താകും? അവളുണ്ടല്ലോ, നമ്മുടെ അമ്മ മാരിയമ്മ. റോക്കി ദുബൈക്ക് പോയതിന് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയൊരു കാരണം ഏതാ? Definitely, we've lost the battle, but not the war. പിന്നെയും തോൽവി. അവനിനി എങ്ങോട്ട് പോകുന്നു? ഒരാൾ കൂടി ബാക്കിയുണ്ട്. ഇവൻ രക്ഷിക്കൂ. പഴയ കളി അവസാനിച്ചു. വീണ്ടും കറുക്കൾ നിരത്തി പുതിയ കളി ആരംഭിച്ചു. KGF-ൽ കടക്കില്ലെന്ന് കരുതി, അവന് ഗരുഡയെ കൊല്ലാൻ പറ്റില്ലെന്ന് കരുതി, KGF-ന്റെ കൺട്രോൾ അവൻ പിടിച്ചെടുക്കുമെന്ന് ആലോചിച്ചു കൂടിയില്ല. കിലാടിയാണവൻ. ആർക്കു വേണ്ടി നീ ഇതൊക്കെ ചെയ്യുന്നേ? അവൻ കൈപ്പിടിച്ച ജനങ്ങളെ അവസാനം വരെ അവൻ കൈവിട്ടില്ല. അവന്റെ പ്രഭാതത്തെ അവസാന ശ്വാസം വരെ ജനം മരക്കില്ല. അമ്മ, ഈ ലോകത്തിലുള്ള എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരും. You still don't believe all this could be true? It could be the work of a madman.